ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നെസസിനെ പറ്റിയാണ്. നെസസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റഡ് വൾനറബിലിറ്റി സ്കാനറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കറൻ്റ്ലി ഒരു ബഗ് ബൗണ്ടി കോഴ്സ് റൺ ചെയ്യുന്നുണ്ടോ? സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട്. സോ ജസ്റ്റ് അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ നമുക്ക് ടൈം കളയാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നെസസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നെസസ് ഇൻസ്റ്റാൾ ചെയ്യാം, പിന്നെ നെസസിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂസ് എന്താണ്, പിന്നെ നിങ്ങൾക്കൊരു വൾനറബിലിറ്റി എങ്ങനെ സ്കാനിങ് കോൺഫിഗർ ചെയ്യാം, ഒരു വൾനറബിലിറ്റി സ്കാൻ എങ്ങനെ പെർഫോം ചെയ്യാം, ബേസിക്കായിട്ട് അതുപോലെ തന്നെ ഇതിന് വരുന്ന റിസൾട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു ക്രിഡൻഷ്യൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വച്ചിട്ട് എങ്ങനെ ഒരു ഒതൻറ്റിക്കേറ്റഡ് വൾനറബിലിറ്റി സ്കാനിങ് പെർഫോം ചെയ്യാം, പിന്നെ ബേസിക്കായിട്ടുള്ള നെസസിൻ്റെ പ്ലഗിൻസിനെ പറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ്ലി കാണാം. നിങ്ങൾക്ക് ആസ് എ ബിഗിനർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ നെസസ് എന്താണെന്ന് പറഞ്ഞുതരാം. സോ നെസസ് എന്ന് പറയുന്ന ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു വൾനറബിലിറ്റി സ്കാനറാണ്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 67,000 CVസും അതുപോലെ തന്നെ 1,68,000 അടുപ്പിച്ച് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ആ ഒരു പ്ലഗിൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്മളൊരു ഹോസ്റ്റോ അല്ലെങ്കിൽ IP അഡ്രസ്സോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിനെ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും വൾനറബിലിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നെസസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നെസസ് എസെൻഷ്യലും അതുപോലെ നെസസ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. സോ ഈ ഒരു ബബ്സ്യൂട്ട് പറഞ്ഞ പോലെ തന്നെ നെസസ് ലൈക്ക് എസെൻഷ്യൽ ഫ്രീയും അതുപോലെ തന്നെ നെസസ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് പെയ്ഡ് വെർഷനുമാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ കറൻറ്റ്ലി നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന കംപ്ലീറ്റ്ലി നെസസ് എസെൻഷ്യലാണ്. സോ അതിൻ്റെ അകത്ത് തന്നെ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് എന്താണ് പ്രൊഫഷണൽ പർച്ചേസ് ചെയ്യാം. സോ ബട്ട് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഈ ഒരു ഫ്രീ വെർഷനിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 16 ഡിഫറെൻറ്റ് IP വെച്ചിട്ടുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് കുറച്ച് ടെംപ്ലേറ്റ്സ് ഒക്കെ ലൈക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്രീ വെർഷനിൽ. സോ നമുക്ക് നെസസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. സോ അതിനായിട്ട് നമ്മുടെ ബ്രൗസറിൽ പോവുക. ബ്രൗസറിൽ പോയതിന് ശേഷം ഞാൻ ഈ ഒരു ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. സോ ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു നെസസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ സിസ്റ്റം റിക്വയർമെൻ്റ് എന്ന് നോക്കാം. സോ അതിനായിട്ട് ഇവരുടെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം റിക്വയർമെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ CPU 42 GHz കോർ വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ മെമ്മറി 4 GB RAM പറയുന്നുണ്ട്. റെക്കമെൻഡഡ് ആണ്. 8 GB റെക്കമെൻഡഡ് ആണ്. അതുപോലെ തന്നെ ഡിസ്ക് സൈസ് 30 GB എന്നാണ് പറയുന്നത്. ബട്ട് മിനിമം ഒരു 4 GB ഒക്കെ ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് റൺ ചെയ്യാം. ഒരു 8 GB RAM ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു നെസസ് സ്കാനിങ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാം. സോ ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു നെസസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. സോ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ പോവുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നെസസ് അതുപോലെ തന്നെ ഉബുണ്ടു ലിനക്സ് AMD 64 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വേറെയും കുറേ വെർഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ആവശ്യമായിട്ടുള്ളത് ഇത് തന്നെയാണ്, AMD 64 ബിറ്റിൻ്റെ ലിനക്സ് ഉബുണ്ടു വെർഷനാണ്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. സോ ഡൗൺലോഡ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ അവർ എഗ്രി ചെയ്യാൻ പറയും. സോ ജസ്റ്റ് എഗ്രി കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ ആ ഒരു നെസസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ നെസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ പോവുക. സോ പെർട്ടിക്കുലർ ഫോൾഡറിൽ പോയതിന് ശേഷം ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ന്യൂ ടെർമിനൽ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ .db ഫയലിനെ റൺ ചെയ്യണം. അതിനായിട്ട് നമുക്ക് sudo apt install ./nessus ആ ഒരു ഫയൽ മെൻഷൻ ചെയ്യുക. സോ ഇത്രയും ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഇവിടെ പാസ്വേഡ് ചോദിക്കും. സോ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും കഴിയുമ്പോൾ നിങ്ങളുടെ നെസസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ ആ ഒരു നെസസ് കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെസസിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ സിസ്റ്റം CTL എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. സോ അത് വെച്ചിട്ടാണ് നമ്മളിത് റൺ ചെയ്യുന്നത്. സോ അതിനായിട്ട് sudo system CTL
സ്റ്റാർട്ട് നെസസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടാബ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നെസസ് USD.service എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഇവിടെ എൻ്റർ കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ഈ ഒരു നെസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ്ലി റണ്ണിങ് ആണ്. ഈ ഒരു നെസസ് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെസസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ പോവാം, പോർട്ടലിൽ നമുക്ക് പോകാം. https://1 നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കുക 127.0.0.1 അതിനുശേഷം നമ്മുടെ ഈ ഒരു 8834 എന്ന് പറയുന്ന പോർട്ടലാണ് ഇത് റൺ ചെയ്യുന്നത്. സോ ഈ ഒരു പോർട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് ചോദിക്കും, ഇത് നമ്മുടെ എന്താണ് SSLs ഇല്ലാത്തതുകൊണ്ടാണ്. സോ ജസ്റ്റ് ഇത് കാര്യമാക്കണ്ട, ജസ്റ്റ് അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് റിസ്ക് എന്ന് കാണും. സോ ജസ്റ്റ് ഇത്രയും കൊടുക്കുക. സോ ഇത്രയും കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു നെസസ് ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ ഫോർ നെസസ് എസെൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് ഇവിടെ ഒരു ആക്ടിവേഷൻ കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിവിടെ ഇപ്പോൾ ടെമ്പററി മെയിലാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പെർമനൻറ്റ് മെയിൽ ID കൊടുക്കാം. കറൻ്റ്ലി ഞാനിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ടെമ്പററി മെയിലാണ് കൊടുക്കുന്നത്. സോ ഞാനിവിടെ നെയിം സ്ക്രാച്ച് എന്ന് കൊടുത്തു, ലാസ്റ്റ് നെയിം ടെസ്റ്റ് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ആ ഒരു മെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു, ലൈക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് രജിസ്റ്റേർഡ് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ ആ ഒരു ആക്ടിവേഷൻ കോഡ് കിട്ടിയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്യാൻ ചോദിക്കും. സോ ഞാനിവിടെ യൂസർ നെയിം അഡ്മിൻ എന്ന് കൊടുക്കുന്നു, ഞാൻ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇത്രയും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. നമ്മുടെ ആ ഒരു നെസസിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു പോളിസീസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾ അത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇമ്പോർട്ട്, അതുപോലെ തന്നെ ന്യൂ ഫോൾഡർ, ന്യൂ സ്കാന് അങ്ങനെ പറഞ്ഞിട്ട്. സോ ന്യൂ ഫോൾഡർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഡൊമെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കോപ്പിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കാനെല്ലാം അതിൻ്റെ അത് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷനാണ്. സോ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ കാണാൻ വേണ്ടി നിങ്ങൾക്ക് മൈ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ന്യൂ സ്കാൻ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. സോ അത് മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരിക എങ്ങനെയാണ് സ്കാൻ കോൺഫിഗർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. പിന്നെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. രണ്ട് ഓപ്ഷൻ ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം. സോ സ്കാനിൽ വരുമ്പോൾ നിങ്ങൾക്ക് മൈ സ്കാൻ, അതുപോലെ തന്നെ ഓൾ സ്കാൻ, അതുപോലെ ട്രാഷ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണാം. സോ മൈ സ്കാനിൽ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന സ്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾ സ്കാൻ നിങ്ങൾ പ്രീവിയസ്ലി റൺ ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് സ്കാൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ട്രാഷ്. നിങ്ങൾ എന്തെങ്കിലും ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സ് ആണുള്ളത്. സോ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് ഇവിടെ ഓവർവ്യൂ എന്ന് വെച്ചാൽ കറണ്ട് വെർഷൻ എത്രയാണ്, പിന്നെ ലൈസൻസ് സ്കാൻ, നിങ്ങൾക്ക് ടോട്ടൽ 16 സ്കാൻ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ വെർഷനിൽ യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് വീണ്ടും സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നാണ് ആ ഒരു കാര്യങ്ങളും, അതുപോലെ തന്നെ പ്ലഗിൻ സെറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ലൈസൻസ് യൂട്ടിലൈസ്ഡ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, പ്ലഗിൻ ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ അതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് യൂസർ ഇൻ്റർഫേസ് സെറ്റ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ സ്കാനിങ് ആയാലും ലോഗിങ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കവർ ചെയ്യാം. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതിൽ ഓരോന്നിലായിട്ട് ഗോ ത്രൂ ചെയ്ത് നോക്കാം.
പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രോക്സി സെർവർ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ SMTP സെർവർ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ആ ഒരു സ്കാൻ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റം CA സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു സ്കാൻസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിസോഴ്സസിൽ പോളിസീസ് അതുപോലെ തന്നെ പ്ലഗ്-ഇൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ഈ ഒരു പോളിസീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു പോളിസി സെറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പോളിസി വെച്ചിട്ടാണ് നിങ്ങളെ സ്കാനും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. പിന്നെ ഇവിടെ സ്കാൻ ടെംപ്ലേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള സ്കാൻ ടെംപ്ലേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 3 ടെംപ്ലേറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് സ്കാനർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് 2 ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിനുശേഷം വണ്ണബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു കുറച്ച് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എൻ്റെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ പിന്നെ ഇവിടെ ഈ ഒരു സ്കാനറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്റ്റ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടൊരു ടെംപ്ലേറ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഹോസ്റ്റും കാര്യങ്ങളൊക്കെ ലൈവ് ആണോ അല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം എന്തിനാണെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വണ്ണബിലിറ്റി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് സ്കാനിങ് ഉണ്ട്. സോ ഇതെല്ലാം പ്രീ ബിൽഡ് ആയിട്ട് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യാനാണ്. പിന്നെ ഇവിടെ ക്രെഡൻഷ്യൽ വാലിഡേഷൻ, അഡ്വാൻസ് സ്കാൻ, ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. ഇതും അതുപോലെ തന്നെ അഡ്വാൻസ് ഡൈനാമിക് സ്കാൻ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് തന്നെ റൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് CVEസും അതുപോലെ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങിൻ്റെയൊക്കെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. കറൻ്റ്ലി അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ടെംപ്ലേറ്റ്സും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലയിൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ബട്ട് കറൻ്റ്ലി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പ്രീമിയം വെർഷനിൽ അല്ലെങ്കിൽ പ്രോ വെർഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾ ഈ ഒരു കോമ്പോണൻസ് ആയിട്ട് നിങ്ങൾ നെസസിൻ്റെ അത് ബേസിക്കായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്കാൻ പെർഫോം ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എങ്ങനെ നെസസ് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു നെസസിൻ്റെ അകത്ത് വരുന്ന കോമ്പോണൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു നെസസിൽ ഒരു സ്കാൻ റൺ ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. സോ അതിനായിട്ട് നിങ്ങളുടെ ഈ ഒരു നെസസ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ന്യൂ സ്കാൻ കൊടുക്കുക. ന്യൂ സ്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് സ്കാനാണ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ ചോദിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ലിസ്റ്റ് ഓഫ് IP അഡ്രസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെയാണ് കറൻ്റ്ലി റണ്ണിങ് ആണ് അല്ലെങ്കിൽ ലൈവായിട്ടുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോസ്റ്റ് ഡിസ്കവറി ചെയ്യാൻ പറ്റും. സോ കറൻ്റ്ലി ഞാൻ അത് ചെയ്യുന്നില്ല. കാര്യം എനിക്ക് ആ ഒരു ഇപ്പോൾ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ലൈവാണ് എന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി അറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യം റൺ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ബേസിക് നെറ്റ്വർക്ക് സ്കാനിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഫസ്റ്റ്. സോ ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കിൻ്റെ അകത്താണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. സോ ബേസിക്, അതുപോലെ തന്നെ ഡിസ്കവറി, അസസ്മെൻറ്റ്, റിപ്പോർട്ട്, അഡ്വാൻസ്, നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ നിൽക്കുന്ന ബേസിക്സിലാണ്. ഈ ഒരു ബേസിക്സിൽ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്: ജനറൽ, ഷെഡ്യൂൾ, നോട്ടിഫിക്കേഷൻ. ഈ ജനറലിൻ്റെ അകത്താണ് നമ്മൾ വന്നിട്ട് നമ്മുടെ സ്കാനിൻ്റെ നെയിം കൊടുക്കേണ്ടത്. സോ ഞാൻ ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. സോ കറൻ്റ്ലി ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്യും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ ഓൾറെഡി നേരത്തെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ABC കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പെൻ ടെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ABC എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡർ കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ABC കമ്പനി സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പെൻ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് സ്കാനും കാര്യങ്ങളൊക്കെ റൺ ചെയ്യേണ്ടി വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇതുപോലെ ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്പെസിഫിക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് ഇവിടെ ടാർഗറ്റ്. ഓക്കെ, സോ ഇവിടെ ടാർഗറ്റിൻ്റെ അകത്താണ് നിങ്ങളെ ആ ഒരു IP അഡ്രസ് അല്ലെങ്കിൽ ടാർഗറ്റിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സിംഗിൾ IP ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു IP റേഞ്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡൊമൈൻ നെയിം, ഫോർ എക്സാമ്പിൾ evil.com.
സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് IP അഡ്രസ് എൻ്റെ കയ്യിലുണ്ട്. സോ ഞാൻ അത് ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്യാണ്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് 1 by 1 ആയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് എൻ്റെ ടാർഗറ്റ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. സോ ഞാൻ അതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇതെൻ്റെ സെക്കൻഡ് ടാർഗറ്റാണ്. സോ അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് ഇതെൻ്റെ തേർഡ് ടാർഗറ്റാണ്. സോ ഞാൻ 3 ടാർഗറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ടാർഗറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയലിൻ്റെ അകത്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഇവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഇവിടെ ആഡ് ഫയൽ കൊടുത്താൽ മതി. അപ്പോൾ ടാർഗറ്റ് എല്ലാം ഇവിടെ വന്നോളും. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങളെ ഈ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ. സോ ജനറലിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഷെഡ്യൂൾ. സോ ഷെഡ്യൂളിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റും. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് നിങ്ങൾക്ക് വീക്കിലി അല്ലെങ്കിൽ എല്ലാ ഡേയും നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ IP അഡ്രസ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീക്വൻസി ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. വൺസ്, ഡെയിലി, അതുപോലെ വീക്കിലി എന്ന് പറഞ്ഞിട്ട്. സോ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈമിൽ ഇവിടെ എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ എല്ലാ ദിവസവും ആ ഒരു ടാർഗറ്റ് സ്കാൻ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിങ്ങളുടെ ആ ഒരു നേരത്തെ സെറ്റിംഗ്സിൽ പോയപ്പോൾ ഞാൻ ആ ഒരു മെയിൽ സെർവർ കോൺഫിഗർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെയിലിലോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇവർ സെൻഡ് ചെയ്ത് തരും. സോ അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഓക്കെ, സോ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഷെഡ്യൂൾ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ബേസിക്സിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകും. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്കവറി. സോ ഡിസ്കവറിയിലാണ് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് സ്കാനാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പോർട്ട് സ്കാൻ ഉണ്ട്. സോ ഈ ഒരു പോർട്ട് സ്കാനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറൻറ്റ്ലി ഡിഫാൾട്ടായിട്ട് എടുക്കുന്ന കോമൺ പോർട്ട്സ് ഉണ്ട്. സോ കോമൺ ആയിട്ടുള്ള എല്ലാ പോർട്ട്സും ഈ ഒരു സ്കാനിൽ സ്കാൻ ചെയ്യും. അല്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എല്ലാ പോർട്ട്സും സ്കാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കസ്റ്റം റേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം റേഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പോർട്ട് സ്കാനൊക്കെ റൺ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. സോ ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ കസ്റ്റമായിട്ട് കൊടുക്കുകയാണ്. സോ കസ്റ്റം കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ കണ്ടോ ഇവിടെ കുറച്ച് ഓപ്ഷൻസും കൂടെ വന്നു. ഹോസ്റ്റ് ഡിസ്കവറി, പോർട്ട് സ്കാൻ, സർവീസ് ഡിസ്കവറി, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ നമുക്ക് ഓരോന്നിൽ പോയി നോക്കാം. ഇവിടെ ഹോസ്റ്റ് ഡിസ്കവറിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കാണുന്ന പിങ് ദി ഹോസ്റ്റ്, റിമോട്ട് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. സോ ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഓൺ ആയാണ് കിടക്കുന്നത്. സോ ഇതെന്തിനെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റ് ഡിസ്കവറിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഏതൊക്കെ IP അഡ്രസ്, ഏതൊക്കെ ടാർഗറ്റാണ് ലൈവായിട്ടുള്ളത്, ഏതൊക്കെ ടാർഗറ്റ് ഇപ്പോൾ ഡൗൺ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ അതും ഓൺ ആണെങ്കിൽ കുറേ കൂടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ പോകും. സോ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ അത് ഓഫാക്കിയാണ്. കാര്യം എനിക്ക് ഓൾറെഡി അറിയാം എൻ്റെ ടാർഗറ്റ്സ് എല്ലാം ലൈവ് ആണെന്നുള്ള കാര്യം. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ കുറച്ച് ഓപ്ഷൻസ് ആയി കാണാം. ജസ്റ്റ് ലൈക്ക് എന്താണ് ലിസ്റ്റ് ഓഫ് MAC അഡ്രസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്കാൻ നെറ്റ്വർക്ക് പ്രിൻ്റർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിഫാൾട്ടായിട്ട് തന്നെ കൊടുക്കുക. സോ നെക്സ്റ്റ് ഇവിടെ വരുന്നതാണ് പോർട്ട് സ്കാനിങ്. സോ പോർട്ട് സ്കാനിങ്ങിൽ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നിങ്ങളുടെ ഏത് പോർട്ട് റേഞ്ചാണ്, ഏതൊക്കെ പോർട്ടാണ് കസ്റ്റമായിട്ടുള്ള ഏതൊക്കെ പോർട്ടാണ് സ്കാൻ ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കൺസിഡർ അൺസ്കാൻ പോർട്ട്സ് ആർ ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ഇപ്പം നമ്മൾ സ്പെസിഫൈ ചെയ്യാത്ത ഏതെങ്കിലും പോർട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾ ഡിഫാൾട്ട് എന്നായിരിക്കും കിടക്കുന്നത്. സോ അത് ജസ്റ്റ് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പോർട്ടാണോ സ്കാൻ ചെയ്യുന്നത് അതിവിടെ സ്പെസിഫൈ ചെയ്യുക. സോ ഞാനിവിടെ 480 443 ആണ് സ്കാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു പോർട്ട്സാണ് സ്പെസിഫൈ ചെയ്തത്. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. നെറ്റ്വർക്ക് പോർട്ട് സ്കാനർ, TCP, അതുപോലെ തന്നെ സിങ്ക്, SIN സിങ്ക് സ്കാൻ, അതുപോലെ തന്നെ UDP. സോ ഡിഫാൾട്ടായിട്ട് UDP എപ്പോഴും ഡിഫാൾട്ടായിട്ട് തന്നെ ലൈക്ക് എന്താണ് ടേൺ ഓഫ് ആയിരിക്കും. കാര്യം ഈ ഒരു UDP സ്കാൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും മാനുവലി കോൺഫിഗർ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് സ്കാൻ ചെയ്താൽ മതി. കാര്യം ഇങ്ങനെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൻ ഡ്യൂറേഷൻ നല്ല രീതിയിൽ തന്നെ കൂടും. ഓക്കെ, സോ ഇത് നമ്മൾ ടേൺ ഓഫ് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നതാണ് സർവീസ് ഡിസ്കവറി. സോ സർവീസ് ഡിസ്കവറിൽ വരുമ്പോഴും കുറച്ച് ഓപ്ഷൻസ് കാണാം. സോ ഇതിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങൾ കമ്പനിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റി കൊടുക്കാം.
പിന്നെ ഉള്ളതാണ് ഐഡൻറ്റിറ്റി. സോ ഇതും ഡിഫാൾട്ടായിട്ട് തന്നെ കൊടുക്കുക, ലൈക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഈ ഒരു അസസ്മെൻറ്റ്. സോ അസസ്മെൻ്റ് അകത്ത് നിങ്ങൾക്ക് സ്കാൻ ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. സോ സ്കാൻ ഫോർ നോൺ വൾണറബിലിറ്റി, നോൺ വെബ് വൾണറബിലിറ്റി, അതുപോലെ സ്കാൻ ഫോർ വെബ് വൾണറബിലിറ്റീസ്, സ്കാൻ ഫോർ ഓൾ വെബ് വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ കാണാം. അതുപോലെ കസ്റ്റം ചെയ്യാൻ പറ്റും. സോ ഇതിപ്പോൾ കറൻറ്റ്ലി ഞാൻ ഡിഫാൾട്ടായിട്ട് തന്നെ കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു റിപ്പോർട്ട്. സോ ഈ ഒരു റിപ്പോർട്ടിൻ്റെ അകത്തും നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഔട്ട്പുട്ട് റിപ്പോർട്ട് എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതും ഡിഫാൾട്ടായിട്ട് തന്നെ വിടുക. പിന്നെ വരുന്ന അഡ്വാൻസ്. സോ അഡ്വാൻസ് സ്കാനിൻ്റെ അകത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്, സ്കാൻ ലോ ബാൻഡ് വിത്ത് ലിങ്ക്സ്, അതുപോലെ തന്നെ കസ്റ്റം എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷനുണ്ട്. സോ ഇതും ഡിഫാൾട്ടായിട്ട് തന്നെ കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സ്കാനിങ്ങിൻ്റെ കോൺഫിഗറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിഡൻഷ്യൽസും അതുപോലെ തന്നെ പ്ലഗിൻസ് എന്നൊക്കെ പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം, നമ്മുടെ ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ റൺ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇതിപ്പോൾ അൺഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് സ്കാനാണ് ഞാൻ റൺ ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെ ഈ ഒരു സ്കാൻ സേവ് കാണാം. സോ അതിൻ്റെ താഴെ ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ലോഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ലോഞ്ച് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വൾണറബിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റണ്ണിങ് എന്ന് കാണാം. സോ ഇത് റണ്ണിങ് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോസസ്സിങ് ആയിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ആ ഒരു സ്കാൻ കംപ്ലീറ്റ്ലി റൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തത്. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ മേ ബി ഒരുപാട് ടൈം എടുത്തേക്കാം. ആ ഒരു നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കാനിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്കാനും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് പോർട്ടും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടൈം എടുക്കും. സോ ഇവിടുത്തെ കേസിൽ നമ്മുടെ ആ ഒരു സ്കാൻ കംപ്ലീറ്റ്ലി റൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സ്കാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്കാനിനെ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം, അതുപോലെ ഈ ഒരു നമ്മുടെ ആ ഒരു സ്കാനിൻ്റെ റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളാണ്. സോ ഇപ്പോൾ നമ്മുടെ സ്കാൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ 4 ഓപ്ഷൻ കാണാം. ഹോസ്റ്റ്, വൾണറബിലിറ്റി, റെമഡിയേഷൻ, ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ഒരു ഹോസ്റ്റിൻ്റെ അകത്ത് ഓരോ IP അഡ്രസ്സിലും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഫൈൻഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ വൾണറബിലിറ്റി, എത്ര ക്രിട്ടിക്കൽ വൾണറബിലിറ്റീസ് ഉണ്ട്, അതുപോലെ ഹൈ എത്ര ഉണ്ട്, ലോ എത്ര ഉണ്ട്, മീഡിയം എത്ര ഉണ്ട്, ആ ഒരു രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്കാൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് പോളിസി ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് എന്താണ്, സിവിയാരിറ്റി ബേസ് നമ്മുടെ ഏത് CVSS സ്കോറാണ് ഈ ഒരു സിവിയാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ സ്കാനർ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ എൻഡ് ചെയ്തു, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു റെഡ് കളറിൽ വന്നിരിക്കുന്നത് ക്രിട്ടിക്കലാണ്, അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് കളർ മീൻസ് ഹൈ ആണ്, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ആണെങ്കിൽ അതിൻ്റെ മീനിങ് മീഡിയം ആണ്, പിന്നെ യെല്ലോ ആണെങ്കിൽ ലോ ആണ്, ബ്ലൂ ആണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണ്. സോ ഈ ഒരു കളർ കോഡാണ് ഓരോന്നിനും ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇതിൽ തന്നെ ഓൾമോസ്റ്റ് 28 ക്രിട്ടിക്കൽ വൾണറബിലിറ്റി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് പിന്നെ ഉള്ളത് ഇവിടെ വൾണറബിലിറ്റിയാണ്. സോ വൾണറബിലിറ്റിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മിക്സഡ് എന്ന് പറഞ്ഞ് കാണാം. സോ മിക്സഡിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ IP അഡ്രസ്സിലും മിക്സഡ് ആയിട്ടുള്ള എന്തൊക്കെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ലോ, ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാണാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ റെമഡിയേഷൻ, ഇപ്പോൾ ഫൈൻഡ് ചെയ്ത വൾണറബിലിറ്റിക്കുള്ള റെമഡിയേഷൻ എന്താണ് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓരോ IP അഡ്രസ്സിലും ഫൈൻഡ് ചെയ്ത വൾണറബിലിറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ഹോസ്റ്റിൽ വന്നിട്ട് ഫസ്റ്റത്തേൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതിൻ്റെ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ മിക്സഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു അപ്പാച്ചി HTTPDയിൽ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു മിക്സഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിക്കകത്ത് ഒരു ലൈക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ഓരോന്നിൻ്റെ അകത്തും ഫൈൻഡ് ചെയ്തിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള വൾണറബിലിറ്റി മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മിക്സഡിൻ്റെ അകത്ത് അവരെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ലോ സിവിയാരിറ്റി ആയിട്ട് ICM ടൈം സ്റ്റാമ്പ് റിക്വസ്റ്റ് റിമോട്ട് ഡേറ്റ ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ വന്നു. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അതെന്താണ് വൾണറബിലിറ്റി, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഏത് പ്ലഗിൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു പ്ലഗിൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ VRP കീ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻഫോർമേഷൻസും റിസ്ക് ഇൻഫോർമേഷൻസും വൾണറബിലിറ്റി ഇൻഫോർമേഷൻ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. അതുപോലെ തന്നെ റെഫറൻസ് നിങ്ങൾക്ക് ഇവിടെ
തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വൾനറബിലിറ്റി റിലേറ്റഡ് ഉള്ള റെഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു CVയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഈ നെസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മിക്സറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് ക്രിട്ടിക്കൽ വൾനറബിലിറ്റീസും ഹൈ സിവിയറിറ്റി വൾനറബിലിറ്റീസും മീഡിയം ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം ഫൈൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അപ്പാഷയിലായിരുന്നു. സോ അതുകൊണ്ടാണ് അതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇതിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജസ്റ്റ് CVSS സ്കോർ എത്രയാണ്, അതുപോലെ VPR എത്രയാണ്, അതുപോലെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് വൾനറബിലിറ്റി, അതുപോലെ സൊല്യൂഷൻ എന്താണ്, ആ ഒരു കാര്യങ്ങളും, അതുപോലെ ഔട്ട്പുട്ട് ഏത് URL ഫൈൻഡ് ചെയ്തത്, അതുപോലെ ഏത് വെർഷൻ, ഇനിഷ്യൽ വെർഷൻ ഏതാണ്, ഇൻസ്റ്റാൾ വെർഷൻ ഏതാണ്, ആൻഡ് ഫിക്സ് ചെയ്യാനുള്ള ഏത് വെർഷനോട്ട് ആക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ 443 ഈ ഒരു പർട്ടിക്കുലർ പോർട്ടലാണ് ഫൈൻഡ് ചെയ്തത്. ആൻഡ് ഹോസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ബാക്കിയുള്ള ഇൻഫോർമേഷൻസും റെഫറൻസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഗർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഒന്നും കൂടെ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇവിടെ കോൺഫിഗർ ചെയ്തിട്ട് ഒന്നും കൂടെ സ്കാൻ റൺ ചെയ്യാം. പിന്നെ ഓഡിറ്റ് ട്രയലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഫോൾസ് പോസിറ്റീവ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻസ് ആണ് റിപ്പോർട്ടും എക്സ്പോർട്ടും. സോ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെസസ് ഓപ്ഷൻ ഉണ്ട്. നെസസ് DBയിലോട്ടും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ റിപ്പോർട്ടാണ്. സോ ജസ്റ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വരുന്നതാണ് HTML ഫോർമാറ്റ്. സോ നിങ്ങൾക്ക് HTML ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് PDF. ഓക്കെ, സോ PDF ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ CSV ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് സെലക്ട് റിപ്പോർട്ട് ടെംപ്ലേറ്റ്. സോ നിങ്ങൾക്ക് ഇവിടെ 4 ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓരോ ടെംപ്ലേറ്റും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് വൾനറബിലിറ്റി. സോ ഈ ഒരു ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു സമ്മറി മാത്രമേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു ഡിറ്റക്ട് ചെയ്ത വൾനറബിലിറ്റിയുടെ സമ്മറി മാത്രമേ കാണുള്ളൂ. പിന്നെ ഉള്ളതാണ് ഡീറ്റെയിൽ വൾനറബിലിറ്റി ബൈ ഹോസ്റ്റ്. സോ ഈ ഒരു റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിരിക്കും. നിങ്ങൾ ഓരോ IP അഡ്രസ്സും അതിൽ ഓരോന്നിനും ഫൈൻഡ് ചെയ്തിരിക്കുന്ന വൾനറബിലിറ്റി, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഡീറ്റെയിൽ വൾനറബിലിറ്റി ബൈ പ്ലഗിന്. പിന്നെ വൾനറബിലിറ്റി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് 4 ടെംപ്ലേറ്റ് ഉണ്ട്. സോ ഞാനിപ്പോൾ കറൻ്റ് ഡീറ്റെയിൽഡ് വൾനറബിലിറ്റി ബൈ ഹോസ്റ്റ് ആണ് കൊടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കറൻ്റ് ഫിൽറ്റേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, സോ ഇത്ര സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജനറേറ്റ് റിപ്പോർട്ട് കൊടുക്കുക. സോ ഇപ്പോൾ ജനറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ജനറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. സോ ഈ ഒരു ജനറേഷൻ കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. സോ നമ്മുടെ ആ ഒരു ജനറേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു PDF ഫയൽ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു PDFൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, വൾനറബിലിറ്റി ഹോസ്റ്റ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വൾനറബിലിറ്റി ബൈ ഹോസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റിൻ്റെ നെയിം. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ IP അഡ്രസ്സിലും എന്തൊക്കെ വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്തു, അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അവരെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്തത്, എന്ത് ക്രൈറ്റീരിയ വെച്ചാണ് അവർ ഡിറ്റക്ട് ചെയ്തത്, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ IP അഡ്രസ്സിൽ 10 ക്രിട്ടിക്കൽ ഫൈൻഡ് ചെയ്തു. സോ ആ ഒരു ക്രിട്ടിക്കൽ വൾനറബിലിറ്റി ഏതാണ്. സോ 10 hours വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക്, CVSS സ്കോർ, നേരത്തെ കണ്ട പോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്കാൻ റൺ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതും. സോ നമ്മൾ അൺഒതൻറ്റിക്കേറ്റഡ് ആയുള്ള സ്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെ ഒതൻറ്റിക്കേറ്റഡ് വൾനറബിലിറ്റി സ്കാൻ നമുക്ക് നെസസ് യൂസ് ചെയ്ത് പെർഫോം ചെയ്യാമെന്നുള്ള കാര്യമാണ്. സോ ഈ ഒരു ഒതൻറ്റിക്കേറ്റഡ് വൾനറബിലിറ്റി സ്കാനിങ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ആ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ക്രിഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു ക്രിഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നെസസിനെ കോൺഫിഗർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വൾനറബിലിറ്റി സ്കാനിങ് കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോൾസ് പോസിറ്റീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ഒതൻറ്റിക്കേറ്റഡ് വൾനറബിലിറ്റി സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ അഡ്വാൻറ്റേജിന് കൂടെ തന്നെ ഇതിൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഡിസഡ്വാൻറ്റേജസ് അല്ല, ഒരു കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ ചെയ്യുന്നത് നോർമലി ചെയ്യുന്ന പോലെയല്ല. ഇത് ഒരുപാട് ട്രാഫിക്സും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് നോയ്സസും
ലോഗ് എൻട്രീസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആൻറ്റിവൈറസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കാൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഒരു ഓതറൈസ് ആയിട്ടുള്ള ആ ഒരു കമ്പനി നിങ്ങൾക്ക് ടെസ്റ്റിങ്ങിന് തന്ന ആ ഒരു കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം നിങ്ങൾ ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. സോ ഒരുപാട് നോയ്സസും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനെ പറയുന്ന ടൈമിൽ അവർക്ക് ഈ ഒരു ലൈക്ക് എന്താണ് ഈ ഒരു സ്കാനിന് പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഒതൻറ്റിക്കേറ്റഡ് വൾനറബിലിറ്റി സ്കാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. സോ അതിനായിട്ട് സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങളുടെ നേരത്തെ ചെയ്തത് തന്നെ ഇവിടെ ഒരു ന്യൂ സ്കാൻ ക്ലിക്ക് ചെയ്യുക. സോ ന്യൂ സ്കാൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ സ്കാൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ നേരത്തെ ബേസിക് നെറ്റ്വർക്ക് സ്കാനാണ് ചെയ്തത്. സോ ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ക്രിഡൻഷ്യൽ പാച്ച് ഓഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്കാൻ ടെംപ്ലേറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ബേസിക് നെറ്റ്വർക്ക് സ്കാനിങ് ടെംപ്ലേറ്റും അതുപോലെ തന്നെ ലൈക്ക് ഈ ഒരു ക്രിഡൻഷ്യൽ പാച്ച് ഓഡിറ്റ് സ്കാൻ ടെംപ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹോസ്റ്റായിട്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈക്ക് മിസ്സിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, റിസൾട്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും മാത്രമായിട്ട് അല്ല, ഇതിൽ എന്തെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിവിലേജ് എസ്കലേഷൻസും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ അതുകൊണ്ട് ഈ ഒരു ടെംപ്ലേറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു നെയിമും അതുപോലെ തന്നെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഇവിടെ ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ എന്ന് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പേര് കൊടുക്കുക. സോ ഞാനിവിടെ ഇപ്പോൾ ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ എന്നാണ് കൊടുക്കുന്നത്. സോ ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ എന്ന് ഞാൻ നെയിം കൊടുത്തു. സോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. സോ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഇവിടെ വന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലിനക്സ് മെഷീനാണ്. സോ ലിനക്സ് മെഷീൻ്റെ ആ ഒരു IP അഡ്രസ്സ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്കിവിടെ ക്രിഡൻഷ്യൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ജസ്റ്റ് ഇവിടെ ക്രിഡൻഷ്യൽ എന്ന് പറഞ്ഞ ഈ ഒരു ടാബിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ലൈക്ക് ഇവിടെ കാറ്റഗറീസ് ഹോസ്റ്റാണ് ഇപ്പോൾ കറൻ്റ്ലി കിടക്കുന്നത്. കാറ്റഗറി ഹോസ്റ്റിന് പകരം നിങ്ങളിവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്രെഡൻഷ്യൽസ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് അതനുസരിച്ച് കൊടുക്കാം. സോ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ API ഗേറ്റ്വേ ഉണ്ടെങ്കിൽ API ഗേറ്റ്വേയിൽ അത് കൊടുക്കാം, ഡേറ്റാബേസ് കൊടുക്കാം, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് പ്ലെയിൻ ടെസ്റ്റ് ഒതൻറ്റിക്കേഷൻ കൊടുക്കാം. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ കറൻ്റ്ലി ഞാനിപ്പോൾ ഹോസ്റ്റാണ് കൊടുക്കുന്നത്. ഈ ഹോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് വിൻഡോസ്, SSH, അതുപോലെ SNMP വേർഷൻ 3 എന്ന് പറഞ്ഞിട്ട് 3 രീതിയിൽ നിങ്ങൾക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒതൻറ്റിക്കേറ്റിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇവരുടെ NSSൻ്റെ തന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ അവർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേറ്റാബേസ് ക്രെഡൻഷ്യലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാം, ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഇത് പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഹോസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ SSH സെലക്ട് ചെയ്യുന്നു. സോ ഞാൻ SSH തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒതൻറ്റിക്കേഷൻ മെക്കാനിസം ഒരുപാടുണ്ട്, ലൈക്ക് പബ്ലിക് കീ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം. സോ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പാസ്വേഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ പാസ്വേഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇവിടെ ഈ ഒരു യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ എൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. സോ പാസ്വേഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് എലിവേറ്റ് പ്രിവിലേജ്, നിങ്ങൾക്ക് പ്രിവിലേജ് എലിവേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് എലിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ ഓപ്ഷൻസ് കാണും. സോ ഇപ്പോൾ sudo കൊടുത്തു. അതിനുശേഷം ഇവിടെ sudo യൂസർ ഏതാണ്. സോ ലിനക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ റൂട്ടാണ് നമ്മുടെ sudo യൂസർ. അതുപോലെ തന്നെ ഇതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ ഒരു
ലൈക്ക് എന്താണ് ഇപ്പോൾ വിൻഡോസ് ലിനക്സും മാക്കോസൊക്കെ നമുക്ക് SSH യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വിൻഡോസും കാര്യങ്ങളൊക്കെ മെഷീനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് SMB അതുപോലെ തന്നെ വിൻഡോസ് മാനേജ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒതൻറ്റിക്കേഷൻ മെക്കാനിസം ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതായാലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ടൈപ്പാണോ ഇപ്പോൾ കമ്പനി നിങ്ങൾക്ക് എന്ത് ക്രെഡൻഷ്യലാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, സോ അത് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു സ്കാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ലിനക്സ് മെഷീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് വരത്തില്ല. ബട്ട് വിൻഡോസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫയർവാളോ അല്ലെങ്കിൽ എന്താണ് ആൻറ്റിവൈറസസ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്കാൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടാതെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാത്ത ഇഷ്യൂസ് വരും. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ആ ഒരു കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്കാൻ ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫയർവാൾ എന്തെങ്കിലും ഡിസേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ ആൻറ്റിവൈറസ് ഡിസേബിൾ ചെയ്യുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും എക്സെപ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുത്തുക, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഡിസേബിൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു സ്കാൻ റൺ ചെയ്യുക. അതർവൈസ് നിങ്ങളുടെ ഈ ഒരു സ്കാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിസൾട്ടോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഓക്കെ, സോ ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ലൈക്ക് ലോഞ്ച് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ സ്കാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും അതുപോലെ റെമഡിയേഷൻസ്, വൾണറബിലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ള വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ തന്നെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ടേബിളായിട്ട് കിടക്കണം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സെറ്റിങ്സ് വരിക. സോ ഡിസേബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ആ ഗ്രൂപ്പ് മാറിയിട്ട് നിങ്ങൾക്ക് ഓരോ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് വൾണറബിലിറ്റി ഇവിടെ ലിസ്റ്റ് ആവണം എന്നുള്ള കാര്യം സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിടക്കുന്നത് അല്ലാതെ നോർമലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. സോ ഇത് തിരിച്ച് ഗ്രൂപ്പ് ആക്കണമെങ്കിൽ എനേബിൾ ഗ്രൂപ്പ് കൊടുത്താൽ മതി. സോ ആ ഒരു ഗ്രൂപ്പ് ആവും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ റൺ ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ കാണിച്ചതിന് തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതൊക്കെ നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഡിഫാൾട്ടായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്ലഗിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. സോ ഇപ്പോൾ നമ്മൾ നോർമൽ സ്കാൻ എങ്ങനെ റൺ ചെയ്യണം, അതുപോലെ തന്നെ ഒതൻറ്റിക്കേറ്റർ റൺ ചെയ്യണം, സ്കാൻ റൺ ചെയ്യണം, അതുപോലെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ ആയതുകൊണ്ട് കംപ്ലീറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഫയൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 800 സംതിങ് വൾണറബിലിറ്റീസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 50 or 60 ഒക്കെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ ഈ ഒരു ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ്. സോ ഇനി നമുക്ക് ഈ ഒരു പ്ലഗിൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ലൈക്ക് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ഡൈനാമിക്കായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യം എല്ലാം ഞാൻ പറഞ്ഞുതരാം. ബൈ ഡിഫാൾട്ടായിട്ട് തന്നെ നമ്മൾ നെസസിൻ്റെ ഡിഫാൾട്ട് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ എനേബിൾ ആവുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില സിറ്റുവേഷനിൽ ചില സിനാരിയോസിൽ നമുക്ക് ഫൈൻ ട്യൂൺ ആയിട്ട് ഒരു പെർട്ടിക്കുലർ സ്കാനാണ് റൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലഗിന് മാത്രം യൂസ് ചെയ്താൽ മതി. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്കാനും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നെസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പെർട്ടിക്കുലർ CV ഉണ്ടോ എന്ന് നമുക്കൊരു ടാർഗറ്റിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്ലഗിന് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു നമുക്ക് നെസസ് സ്കാനും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കിനി നോക്കാം. സോ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ന്യൂ സ്കാൻ കൊടുക്കുക. ന്യൂ സ്കാൻ കൊടുത്തിട്ട് ഇവിടെ നേരത്തെ പോലെ തന്നെ ഒരുപാട് സ്കാൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അഡ്വാൻസ് ഡൈനാമിക് സ്കാനാണ്. ഓക്കെ, സോ ഇത് എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള പ്ലഗിനും കാര്യങ്ങളൊക്കെ ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. മാനുവലി ഈ ഒരു ആവശ്യമില്ലാത്ത പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഡിസേബിളും എനേബിളും ചെയ്യുന്നതിന് പകരം നമുക്ക് ഡൈനാമിക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കാൻ മാത്രം നിങ്ങൾക്ക് ഇവിടെ പ്ലഗിന് മാത്രം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാനിവിടെ വന്നിട്ട്
ഇവിടെ ഒരു നെയിം കൊടുക്കുക നേരത്തെ പോലെ തന്നെ. സോ ജസ്റ്റ് പ്ലഗിൻ എന്ന് കൊടുക്കുന്നു. സോ പ്ലഗിൻ എന്ന് കൊടുത്തു. അതുപോലെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ ടാർഗറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ടാർഗറ്റ് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ ഈ ഒരു ക്രെഡൻഷ്യൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഹോസ്റ്റ് ഞാൻ SSH നേരത്തെ കൊടുത്ത പോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക ആൻഡ് നമ്മുടെ ഈ ഒരു യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മളെ ഈ ഒരു എലിബേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. സോ അതും sudo കൊടുക്കുക, റൂട്ട്. സോ നിങ്ങൾ ഇത് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ലാബാണോ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ടാർഗറ്റാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി. സോ ഈ ഒരു രീതിയിൽ ഇവിടെ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഈ ഒരു ഡൈനാമിക് പ്ലഗിനിൽ പോവാം. സോ ഇവിടെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. സോ ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ മാച്ച് ഓൾ എന്ന് പറഞ്ഞിട്ട് കാണാം. സോ ഓർ എനി എന്ന് കാണാം, 2 ഓപ്ഷൻ കാണാം. സോ ഓൾ തന്നെ കൊടുക്കുക, ഡിഫാൾട്ടായിട്ട് കൊടുക്കുക. ആൻഡ് ഇവിടെ CV വെച്ചിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ പ്ലഗിൻ IDs, അതുപോലെ ഫാമിലി, IP അഡ്രസ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ കറൻറ്റ്ലി ഞാൻ CV വെച്ചിട്ടാണ് മാച്ച് ചെയ്യാൻ പോകുന്നത്. സോ CV സെലക്ട് ചെയ്തു. ഈസ് ഈക്വൽ ടു, ഈസ് നോട്ട് ഈക്വൽ ടു, കണ്ടെയ്ൻസ്, ഡസ് നോട്ട് കണ്ടെയ്ൻ എന്ന് പറഞ്ഞിട്ട് അതും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സോ ഈസ് ഈക്വൽ ടു ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് CV ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പം ഞാൻ കറൻറ്റ്ലി ഒരു CV 2021 3156 എന്ന് പറഞ്ഞൊരു CV ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സോ അത് എൻ്റർ ചെയ്തതിന് ശേഷം പ്രിവ്യൂ പ്ലഗിൻ കൊടുക്കുക. സോ പ്രിവ്യൂ പ്ലഗിൻ കൊടുക്കുമ്പോൾ നമുക്കിത് കുറച്ച് ടൈം എടുക്കും ഇത് റൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ പ്രിവ്യൂ പ്ലഗിൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഫാമിലി എന്ന് പറഞ്ഞ് കാണാം. സോ സെലക്ട് ഫാമിലി എന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ വണ്ണബിൾ അഫക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫാമിലീസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അറിയാം ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഉബുണ്ടു മെഷീനാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉബുണ്ടു ലോക്കൽ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലഗിൻ ഫാമിലിയുടെ ആ ഒരു പ്ലഗിൻ IDയും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഉള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലോഞ്ച് കൊടുക്കുക. സോ ലോഞ്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്കാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് ഈ ഒരു വണ്ണബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റണ്ണിങ് ആണ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇൻ കേസ് ഈ ഒരു പെർട്ടിക്കുലർ IP അഡ്രസ്സ് ആ ഒരു പെർട്ടിക്കുലർ CV വണ്ണബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് ചെയ്ത് കിട്ടും. സോ ഇതിൻ്റെ ആ ഒരു സ്കാൻ റൺ ചെയ്ത് റിസൾട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്കാൻ കംപ്ലീറ്റ് ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കാനിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഹൈയും അതുപോലെ തന്നെ 3 ഇൻഫോർമേഷനും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു വണ്ണബിലിറ്റി ഇവിടെ പോസിബിൾ ആണ്, സൂഡോ വണ്ണബിലിറ്റി ഉണ്ട്. സോ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ അവർ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ ഓട്ടോമേറ്റഡ് സ്കാനിൽ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു പെർട്ടിക്കുലർ ഇതുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നത്. സോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. പ്രോപ്പർലി എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ഒരു പ്രിവിലേജ് എസ്കലേഷൻസും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണോ എന്നുള്ള കാര്യം ഇവിടെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെസസിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു നെസസ് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു നെസസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വണ്ണബിലിറ്റി സ്കാനിങ് ചെയ്യാം, ഒതൻറ്റിക്കേറ്റഡ് സ്കാൻ എങ്ങനെ റൺ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർട്ടിക്കുലർ പ്ലഗിൻ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലഗിൻ മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു നെസസ് സ്കാൻ ചെയ്യാം എന്നുള്ള കാര്യമെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത ലാബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രൈ ഹാക്ക് മീല ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലോ ഇട്ടേക്കാം. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതിൻ്റെ അകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കാം. സോ ഈ ഒരു ട്രൈ ഹാക്ക് മീ ലാബിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. നെസസ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യാം, അതുപോലെ നാവിഗേറ്റ് ആൻഡ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്കാൻ ചെയ്യാം, അതിൻ്റെ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് തന്നെ ഹാൻഡ്സ് ഓൺ ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർലി ട്രൈഹാക്മിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് വേറെ ബ്ലോഗ്സോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. കാര്യം നമ്മൾ ഹാക്കിങ്ങിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് നെസസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി നെറ്റ്വർക്ക് സ്കാനിങ്ങിൽ. സോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ, മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ആക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. സോ ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും, എനിക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.